നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് കനത്ത മഴ. കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് സർവീസ് റദ്ദാക്കി. 25-26 തീയതികളിലാണ് നിരോധനം. കൊല്ലത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പോളയത്തോട്ടിൽ കൂറ്റൻ പരസ്യ ബോർഡ് ഇളകി വീണു. കൊട്ടാരക്കര നഗരസഭാ കൗൺസിലർ പവിജ പത്മന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. ഇരു സംഭവങ്ങളിലും ആളപായമില്ല. ആഞ്ഞിലിമരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. CR മഹേഷ് MLA രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സൈക്കിളിൽ വന്ന 3 കുട്ടികളും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തഴവ മണപ്പള്ളി തെക്ക് തണ്ണിക്കര മുക്കിന് സമീപമായിരുന്നു സംഭവം. നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDF-ൽ നിന്ന് പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് സർവീസ് റദ്ദാക്കി. 25-26 തീയതികളിലാണ് നിരോധനം. മഴ ശക്തമായതിനെ തുടർന്ന് കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് സർവീസ് റദ്ദാക്കിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. മെയ് 25-26 തീയതികളിലാണ് നിരോധനം. കൊല്ലം ജില്ലയിൽ ടൂറിസം മേഖലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അഷ്ടമുടിക്കായലിൽ പ്രാക്കുളത്തിനടുത്തുള്ള സാമ്പ്രാണിക്കൊടി. മഴ കനത്താൽ ജലം ഉയരാനും വള്ളങ്ങൾ കായലിൽ നിയന്ത്രണം വിട്ട് സഞ്ചരിക്കാനും സാധ്യതയേറെയാണെന്ന കണക്കുകൂട്ടലിലാണ് അധികാരികൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം പോളയത്തോട്ടിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യ ബോർഡ് ഇളകി വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൂറ്റൻ പരസ്യ ബോർഡ് നിലംപതിച്ചത്. പോളയത്തോട് കോർപ്പറേഷൻ ഷോപ്പിംഗ് മാളിന് സമീപമുള്ള വീട്ടിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡാണ് ഇളകി വീണത്. ഷോപ്പിംഗ് മാളിന്റെ കെട്ടിടത്തിൽ തട്ടി നിന്നതിനാൽ താഴേക്ക് പതിച്ചില്ല. ഇതിനിടെ ഷോപ്പിൽ വളപ്പിലുണ്ടായിരുന്ന ഒരു കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ബോർഡ് വീഴുന്ന സമയത്ത് സമീപത്ത് ലോഡിംഗ് തൊഴിലാളികളും വാഹനം പാർക്ക് ചെയ്യുന്നവരും ധാരാളം ഉണ്ടായിരുന്നു. സാധാരണ ആ മഴ സമയമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നതായിരുന്നു. അത് ഞങ്ങൾ പെട്ടെന്ന് ഈ മഴയും കാറ്റും വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഷെഡിലോട്ട് ഓടിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈകുന്നേര സമയങ്ങളിൽ. എന്തായാലും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കുമ്പോൾ ആദ്യം കാറ്റ് വന്നതുകൊണ്ട് എല്ലാവരും പേടിച്ചങ്ങോട്ട് മാറി. ബിൽഡിംഗ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അത് താങ്ങി നിന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ഒറ്റക്കാലിലാണ് കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചതെന്നും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിന്റെ പിഴവ് ചൂണ്ടിക്കാട്ടിയിട്ടും കരാറുകാരൻ അവഗണിച്ചെന്നും വാർഡ് കൗൺസിലർ നിസാമുദ്ദീൻ പറഞ്ഞു. അപാകത പരിഹരിക്കാതെ വെല്ലുവിളി നടത്തിയ കരാറുകാരനെതിരെ പരാതി നൽകുമെന്നും കോർപ്പറേഷൻ കൗൺസിലിൽ വിഷയം ഉന്നയിക്കുമെന്നും കൗൺസിലർ വ്യക്തമാക്കി. പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ വന്ന കോൺട്രാക്ടറെ നമ്മളിത് ബോധ്യപ്പെടുത്തുകയാണ്. കാര്യം ഇത്രയും വെയിറ്റ് കൂടിയ ഇത് കയറ്റുന്ന സമയത്ത് അതിന് കൃത്യമായ ഫിറ്റിംഗ് താഴേക്ക് വരണമെന്നും ഇത് ഉറപ്പില്ലെന്നും പറഞ്ഞതാണ്. ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. രണ്ടാമത് ഒരു 6 മാസം മുമ്പ് വലിയ കാറ്റ് വരുന്ന സമയത്ത് ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഈ ബോർഡ് വല്ലാതെ ഉലയുന്നുണ്ടായിരുന്നു. ഈ ഉലച്ചിൽ വരുന്ന സമയത്ത് തന്നെ ബിൽഡിംഗ് ഓണർ നമ്മൾ പറഞ്ഞതാണ് ഇത് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അവർ ഇതിൻ്റെ നിർമ്മിച്ച ആളെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന സ്ഥിതി അന്ന് ഈ കരാറുകാരൻ ചെയ്തിട്ടുള്ളത്. നമുക്കിത് നേരത്തെ അറിയാം. ഇവിടെ നിൽക്കുന്ന പലർക്കും അറിയാമായിരുന്നു ഈ ബോർഡ് ഉറപ്പില്ലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDF-ൽ നിന്ന് പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി KN ബാലഗോപാൽ കൊല്ലത്ത് പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അല്ലാതെ വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDF-ൽ നിന്ന് പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. എന്തായാലും അവിടെ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളും കേന്ദ്രത്തിന്റെ നിലപാടുകളും ആ നാടിന്റെ വികസനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. അതിനകത്ത് വ്യക്തികളുടെ എന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നിട്ട്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ രാജിവെച്ച് പോയതിനുള്ള പ്രതിഷേധമല്ലേ വരിക? എന്തിനാണ് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതെന്ന് ജനം ചോദിക്കും. LDFന്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായ വിധിയെഴുത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. എന്തിനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്, എന്തായിരുന്നു കാര്യം എന്നുള്ളത് ജനം ചോദിക്കും. കാരണം അവിടെ എത്രയോ വലിയ വികസന കാര്യങ്ങൾ വരികയും ആ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തതാണ്. ഞാനും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു വർഷത്തിൽ താഴെ ഉള്ളല്ലോ ഇനിയിപ്പോൾ ആകെ ഈ നിയമസഭയുടെ കാലം. ജനങ്ങളിതൊക്കെ ചിന്തിക്കും, ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായി തന്നെ ജനങ്ങൾ വിധിയെഴുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. റോഡ് വിണ്ടുകീറി. റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർ റെയിൽവേക്ക് നോട്ടീസ് നൽകി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകീറിയത്. ദേശീയപാതയോട് ചേർന്ന് ഭൂഗർഭ ജലസംഭരണി നിർമ്മിക്കുന്നതിന് റെയിൽവേ കുഴിയെടുത്തതാണ് റോഡ് വിണ്ടുകീറാൻ കാരണമെന്നാണ് ആക്ഷേപം. റോഡ് വിണ്ടുകീറിയതിനെ തുടർന്ന് റെയിൽവേ ജലസംഭരണിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ദേശീയപാത അധികൃതർ റെയിൽവേക്ക് നോട്ടീസ് നൽകിയത്. നഗരമധ്യത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡാണ് വിണ്ടുകീറിയത്. ദേശീയപാതയോട് ചേർന്ന് ഭൂഗർഭ ജലസംഭരണി നിർമ്മിക്കുന്നതിന് റെയിൽവേ കുഴിയെടുത്തതാണ് റോഡ് വിണ്ടുകീറാൻ കാരണമായത്. 20 മീറ്റർ നീളത്തിലാണ് പാത വിണ്ടുകീറിയത്. ജലസംഭരണിയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ദേശീയപാത വിഭാഗം റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് പാതയോട് ചേർന്ന് കുഴിയെടുത്തതെന്നാണ് ആരോപണം. ഇതോടെ അടിമണ്ണ് നീങ്ങി പാത വിണ്ടുകീറുകയായിരുന്നു. കുഴിയെടുത്തപ്പോൾ തന്നെ മണ്ണിടിയാതിരിക്കാൻ മുൻകരുതൽ എടുത്തിരുന്നുവെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം നഗരത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ UDF കൗൺസിലർമാർ നടത്തുന്ന റിലേ സമരം 9ാം ദിവസത്തിലേക്ക്. മൊബൈൽ സംസ്കരണ പദ്ധതി സ്ഥാപിക്കുന്നതിനായി 1.73 കോടിയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്നിലെ നടപടികളാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ബംഗളൂരു കേന്ദ്രമായ കമ്പനിക്ക് 27 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻകൂറായി നൽകിയതും പ്രതിഷേധത്തിന് ഇടയാക്കി. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. ആരോഗ്യ ധനകാര്യ സ്ഥിരം സമിതികളെ നോക്കുകുത്തികളാക്കി പദ്ധതി നടപ്പാക്കുന്നെന്നാരോപിച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. നഗരത്തിൽ മൊബൈൽ സംസ്കരണ പദ്ധതി സ്ഥാപിക്കുന്നതിനായി 1.73 കോടിയുടെ പദ്ധതി നടപ്പാക്കുന്നതിന് പിന്നിലെ നടപടികളാണ് ഭരണകക്ഷി അംഗങ്ങളിൽ തന്നെ സംശയമുയർത്തിയിരിക്കുന്നത്. ബംഗളൂരു കേന്ദ്രമായ കമ്പനിക്ക് 27 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുൻകൂറായി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ മൊബൈൽ ശുചിമുറി സംസ്കരിക്കുന്ന വാഹനം നഗരസഭയിൽ എത്തിച്ചിരുന്നു. പകൽ വാഹനം എത്തിച്ചാൽ പ്രതിപക്ഷാംഗങ്ങൾ തടയും എന്നതുകൊണ്ടാണ് വാഹനം രാത്രിയിൽ എത്തിച്ചതെന്ന് UDF കൗൺസിലർമാർ പറയുന്നു. ഇത് സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും നഗരസഭയ്ക്ക് നൽകിയിട്ടില്ല. ഇതൊരു വലിയ അഴിമതിയാണ്. 2 വ്യാജ കമ്പനികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ നോട്ടീസ് നൽകി. ഇതിനകത്ത് ഈ 2 വ്യാജമാണ്. കാരണം ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയിൽ ഇതിനു മുമ്പ് നിരവധിയായ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ വന്നിട്ട് പോലും അതൊന്നും എടുക്കാതെ വളരെ 6 മാസം കാലാവധിയുള്ള ഈ നഗരസഭ ഈ 6 മാസം കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് 5 വർഷത്തേക്കുള്ള മുൻകൂർ അനുമതി കൊടുത്തിരിക്കുന്നു. അതിലൂടെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഇതിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. ശുചിമുറി സംസ്കരണ വാഹനത്തിന് സമീപമാണ് റിലേ സമരം നടക്കുന്നത്. സമരത്തിന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, കൗൺസിലർമാരായ K പുഷ്പദാസ്, AP ഷാജഹാൻ, R സുമിത്രൻ, ഷീജ റഷീദ്, ഷൈനി ഷിബു എന്നിവർ നേതൃത്വം നൽകി. സാധാരണ ജനങ്ങൾക്ക് സാധാരണ റൂട്ടുകളിൽ പോയി മാലിന്യ ശുചീകരണം സംസ്കരണം നടത്താനുള്ള പറ്റാത്തൊരു വാഹനമായി ഞങ്ങളിത് കാണുന്നു. ഇതിന്റെ മറവിലാണ് കായംകുളം നഗരസഭയെ അറിയാതെയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെയും 27 ലക്ഷം രൂപ നമ്മുടെ ചെയർമാൻ കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ പറ്റിയിരിക്കുന്നത്. ഇത് വലിയ അഴിമതിയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാവേദി സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായി സെമിനാർ നടത്തി. സ്ത്രീകളും സാമൂഹ്യനീതിയും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാവേദി സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായാണ് സ്ത്രീകളും സാമൂഹ്യനീതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. കൊല്ലം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് സാമൂഹ്യനീതി സംവരണത്തിലൂടെ മാത്രം ലഭ്യമാകുന്നതില്ലെന്ന് ശ്രീജ ഹരീഷ് പറഞ്ഞു. കുടുംബശ്രീ പ്രസ്ഥാനം വന്നിട്ട് 27 വർഷങ്ങൾ കഴിഞ്ഞ 17-ാം തീയതി പൂർത്തീകരിച്ചു.
കുടുംബശ്രീയുടെ ആദ്യകാലങ്ങളിൽ വീടിന്റെ പുറങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നിരവധി ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. നമ്മളെ കളിയാക്കി ചിരിച്ചവരുണ്ട്, നമ്മളുടെ എവിടെ പോകുന്നു രാവിലെ ബാഗും തൂക്കിയെന്ന് ചോദിച്ചവരുണ്ട്. ഇപ്പോ നിങ്ങൾ കുടുംബശ്രീക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തിച്ചത് ചുമ്മാതിരുന്നിട്ടാണ് അല്ല. വനിതാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി VS ബിന്ദു വിഷയം അവതരിപ്പിച്ചു. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാവേദി ചെയർപേഴ്സൺ മോഡറേറ്ററായി. ജില്ലാ പഞ്ചായത്ത് അംഗം R രശ്മി, KCB പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീകുമാരിയമ്മ, വനിതാവേദി കൊല്ലം ഡിവിഷൻ ചെയർപേഴ്സൺ S പ്രസന്നകുമാരി, വനിതാവേദി കൊല്ലം ഡിവിഷൻ വൈസ് ചെയർപേഴ്സൺ ബെന്നറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ശാസ്താംകോട്ടയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കോവൂർ കുഞ്ഞുമോൻ MLA-യുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂൺ 13-ന് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് റാലി സംഘടിപ്പിക്കും. ശാസ്താംകോട്ട ഫിൽറ്റർ ഹൗസ് ജംഗ്ഷനിൽ നിന്നും ആഞ്ഞിലിമൂട് ജംഗ്ഷൻ വരെയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ലഹരിക്കെതിരെ ജാഗ്രതയോടെ പെരുമാറേണ്ട സമയമാണെന്നും സ്കൂൾ കുട്ടികളെയും കൂടി പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും യോഗം ചർച്ച ചെയ്തു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ലഹരി വ്യാപനം നടക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കണമെന്നും യോഗം വിലയിരുത്തി. തുടർന്ന് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് കോവൂർ കുഞ്ഞുമോൻ MLA ചെയർമാനായും കുന്നത്തൂർ തഹസിൽദാർ കൺവീനറായും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ വൈസ് ചെയർമാൻമാരായും കമ്മിറ്റി രൂപീകരിച്ചു. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മൾ ഓരോ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്കിത് പൂർണ്ണമായി ഘട്ടം ഘട്ടമായിട്ട് നിർത്താൻ കഴിയും, ഒറ്റ അടിക്ക് നിർത്താൻ കഴിയില്ല. ഇതിന്റെ ചങ്ങല കണ്ടെത്തി അതിന്റെ ആദ്യ കണ്ണി പൊട്ടിച്ചു മാറ്റി അവസാനത്തെ കണ്ണിയും പൊട്ടിച്ചു മാറ്റണം. ആ ഒരു ക്യാമ്പയിനാണ് സംസ്ഥാന ഗവൺമെന്റ് പൊതുവെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ജൂൺ 2-ാം തീയതി വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുകയാണ്. 14 ദിവസം ലഹരിക്കെതിരായിട്ടുള്ള സബ്ജക്റ്റുകളാണ് സ്കൂളുകളിൽ ആദ്യ റൗണ്ട് എന്ന നിലയിൽ നടത്താൻ പോകുന്നത്. പാഠപുസ്തക പഠനമല്ല ആദ്യം. 14 ദിവസം 2 ആഴ്ച എന്താണ് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? കുട്ടികളെ ബോധവൽക്കരണം നടത്തുക. ജൂൺ 13-ന് രാവിലെ 9 മണിക്ക് സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹുജന പങ്കാളിത്തത്തോടെ ശാസ്താംകോട്ട ഫിൽറ്റർ ഹൗസ് ജംഗ്ഷനിൽ നിന്നും ആഞ്ഞിലിമൂട് ജംഗ്ഷൻ വരെ റാലി നടത്തും. സമാപന സമ്മേളനത്തിൽ സ്കൂൾ കുട്ടികളുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും തീരുമാനമായി. ഡെപ്യൂട്ടി തഹസിൽദാർ ചന്ദ്രശേഖർ സ്വാഗതം പറഞ്ഞു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ, ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ശ്രീകുമാർ, പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ, പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, ഈസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലാകുമാരി, എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, AEOമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും പോകുന്നതെന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവിധതരം ക്യാമ്പയിനുകൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും നിയോജക മണ്ഡലത്തിലും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കൊട്ടാരക്കര നഗരസഭാ കൗൺസിലർ പവിജ പത്മന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൊട്ടാരക്കര നഗരസഭാ കൗൺസിലർ പവിജ പത്മന്റെ വീടിന് മുകളിൽ മരം വീണത്. ഇന്ന് വൈകിട്ട് ഏകദേശം 6:30യോടുകൂടി വലിയൊരു കാറ്റ് വന്ന് ഒരു ആഞ്ഞിലി ഒരു തെങ്ങ് മറിഞ്ഞ് ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീഴുകയും വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. രാവിലെ 6:30ഓടെയായിരുന്നു സംഭവം. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ആ സമയത്ത് ഇതിനകത്ത് ആളില്ലായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായിരുന്നു. പിന്നെ ഒരാളുള്ളത് ഇറങ്ങി അപ്പുറത്തോട് ഓടി. ഇത് രണ്ടുപേരും ഒത്തിരി നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു അപകടമായിരുന്നു. വലിയ മരമായിരുന്നു. ഭയങ്കര ശബ്ദത്തോടുകൂടി ഞങ്ങളൊക്കെ ശബ്ദം കേട്ടിട്ടാണ് ഓടിക്കുന്നത് വന്നത്. കൗൺസിലറുടെ വീടിന് മുന്നിൽ നിന്ന ആഞ്ഞിലിമരവും തെങ്ങും ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിനും കേടുപാട് വന്നിട്ടുണ്ട്. ഇനി നാളെ നേരം വിളിക്കുമ്പോഴേ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കറണ്ടും ഇല്ല. ആ ഒരവസ്ഥയിലായിരുന്നു. കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കടപുഴകി വീണ കൂറ്റൻ ആഞ്ഞിലിമരത്തിനും പൊട്ടിവീണ ഇലക്ട്രിക് പോസ്റ്റിനും ഇടയിൽ കുടുങ്ങിയ കാറിൽ നിന്ന് CR മഹേഷ് MLA അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് തഴവ മണപ്പള്ളി തെക്ക് തണ്ണിക്കര മുക്കിന് സമീപമായിരുന്നു സംഭവം.
സൈക്കിളിൽ വന്ന 3 കുട്ടികളും ഡ്രൈവറും ഉൾപ്പെടെയാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മണപ്പള്ളിയിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് കാറിൽ തൊടിയൂരിൽ കാറ്റിൽ മേൽക്കൂര പറന്നുപോയ വീട് കാണാൻ മടങ്ങുകയായിരുന്നു CR മഹേഷ് MLA. ഈ സമയം ശക്തമായ കാറ്റും മഴയും ഉണ്ടായപ്പോഴാണ് കാറിനു പിന്നിൽ കൂറ്റൻ ശബ്ദം കേൾക്കുകയും ആഞ്ഞിലിമരം കടപുഴകി റോഡിലേക്ക് വീഴുകയും ചെയ്തത്. ആഞ്ഞിലിമരം റോഡിന് വശത്തെ ഇലക്ട്രിക് ലൈനിലേക്ക് വീണതോടെ ലൈൻ വലിഞ്ഞ് കാറിന് മുന്നിലേക്ക് ഇലക്ട്രിക് പോസ്റ്റും വീണു. MLAയുടെ കാറിന് തൊട്ടുപിന്നിൽ ആഞ്ഞിലിമരവും മുന്നിൽ ഇലക്ട്രിക് പോസ്റ്റും വീണ് കിടന്നു. കാറും കാറിലുണ്ടായിരുന്ന CR മഹേഷ് MLAയും ഡ്രൈവറും സൈക്കിളിൽ വന്ന 3 കുട്ടികളും ഈ അപകടക്കെണിക്ക് നടുവിലായി. വൻ പൊട്ടിത്തെറിയോടെ തീയും പടർന്നതോടെ കുട്ടികളുടെ നിലവിളിയും ഉയർന്നു. വണ്ടിയുടെ തൊട്ടു മുമ്പിൽ ഇലക്ട്രിക് പോസ്റ്റ് വീഴുന്നു, 3 കുഞ്ഞുങ്ങൾ റോഡിൽ നിൽക്കുന്നു, അവർ ഉരുണ്ട് വീഴുന്നു, ബാക്കിൽ ഒരു വലിയ പടുകൂട്ടൻ ആഞ്ഞിലി വീഴുന്നു, 4 വശവും ഇലക്ട്രിക് കമ്പി, തീ പറക്കുകയാണ്, കത്തുകയാണ്. എന്തായാലും ഭാഗ്യത്തിന് തന്നെ ലൈൻ ഓഫ് ആയതുകൊണ്ട് കമ്പിയുടെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറി തൊട്ടടുത്തൊരു വീട്ടിൽ കയറി ഇരിക്കുക. 6 പോസ്റ്റുകളാണ് മരം വീണതിനെ തുടർന്ന് നിലം പൊത്തിയത്. വൈദ്യുതി ഉടൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. വീണുകിടന്ന ലൈനിന് ഇടയിൽ കൂടി MLAയും ഡ്രൈവറും കുട്ടികളും അപകടക്കെണിക്ക് വെളിയിലിറങ്ങി. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. KSCB അധികൃതരെത്തി പോസ്റ്റ് മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചു. മറ്റൊരു കാറിലാണ് CR മഹേഷ് MLA മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തഴവ. വൈദ്യുതി മുടങ്ങുന്നതിൽ വലഞ്ഞ് NCC ക്യാമ്പിലെ വിദ്യാർത്ഥികൾ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നടക്കുന്ന 8 കേരള BN NCC ക്യാമ്പിലാണ് വൈദ്യുതി മുടങ്ങുന്നതുമൂലം വിദ്യാർത്ഥികൾ ദുരിതത്തിലായിരിക്കുന്നത്. 500ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിലുള്ളത്. കേരള BN NCC മാവേലിക്കര ക്യാമ്പാണ് ശാസ്താംകോട്ട DB കോളേജിൽ നടക്കുന്നത്. 500ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 35 ജീവനക്കാരും ഇതിന്റെ ഭാഗമായുണ്ട്. നിരന്തരമായി വൈദ്യുതി മുടങ്ങുന്ന മൂലം ഏറെ പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികൾ. മിക്ക ദിവസങ്ങളിലും രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവ് കാരണം ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതുമൂലം വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ല. അധികൃതർ ഒരു പരിധിവരെ ഇതിന് പരിഹാരം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടവും ഏറെയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലത്തെ പ്രസ് ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ പ്രദർശനം സ്റ്റില്ലം 2025 സമാപിച്ചു. കൊല്ലം പബ്ലിക് ലൈബ്രറിയിലെ കൊയിലോൺ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ചിത്രപ്രദർശനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. കൊല്ലത്ത് 20 പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ കണ്ണിലൊപ്പിയെടുത്ത 45 മനോഹരമായ ദൃശ്യങ്ങൾ. കൊല്ലത്ത് നടന്ന സംഭവങ്ങൾ, പ്രകൃതിയുടെ മനോഹാരിത, മൃഗസ്നേഹം, അപകട രക്ഷാപ്രവർത്തന ചിത്രങ്ങൾ, കൊല്ലം നഗരത്തിന്റെ പഴയ മുഖം എന്നീ ചിത്രങ്ങളെല്ലാം പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. ചിത്രപ്രദർശനത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചന മത്സരവും നടത്തി. LKG, UKG, LP, UP എന്നീ 3 വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. കൊല്ലത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചവറ IRELും കൊല്ലം പ്രസ് ക്ലബ്ബും ചേർന്ന് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. കൊല്ലം 75 വയസ്സ് തികയുന്ന അല്ലെങ്കിൽ ആ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കൊല്ലം പ്രസ് ക്ലബ്ബും IREയും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനം വേളയിലാണ് ഞാൻ നിൽക്കുന്നത്. സ്റ്റില്ലം 2025 എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. സ്റ്റിൽ അതിന് ആ പേരിന് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ഫോട്ടോഗ്രാഫ്സൊക്കെ ഞാനിപ്പോൾ കണ്ടത്. കൊല്ലത്തിൻ്റെ പഴയകാലത്തെ കുറേ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു വിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഈ പദ്ധതിയോട് നമ്മുടെ സുഹൃത്തുക്കൾ കാണിച്ച താല്പര്യം തന്നെയാണ് ഇതിനെ ഒരു വിജയമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞത്. ഏതാണ്ട് 20ഓളം ഫോട്ടോഗ്രാഫർമാരെ എടുത്തിട്ടുള്ള 45ലേറെ ചിത്രങ്ങളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ
ഇന്നലെ തുടങ്ങി ഇന്നും നാളെയുമായി അവസാനിക്കുന്ന ഈ പ്രദർശനം കാണാനായിട്ട് നല്ല രീതിയിൽ ബഹുജന പങ്കാളിത്തമുണ്ട്. അതുതന്നെയാണ് ഈ പ്രദർശനത്തിന്റെ വിജയത്തിന് നമുക്ക് ആത്മധൈര്യം തരുന്നത്. പ്രദർശനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. CPM ചിറക്കടവം ലോക്കൽ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി R. നാസർ താക്കോൽദാനം നിർവഹിച്ചു. CPM ചിറക്കടവം ലോക്കൽ കമ്മിറ്റിയാണ് നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി R. നാസർ താക്കോൽദാനം നിർവഹിച്ചു. ഈ വരുന്ന നവംബർ മാസം 1-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരാൻ പോവുകയാണ്. അത് വരുന്നത് വെച്ചാൽ കേരളത്തിൽ ഒരാൾ പോലും പട്ടിണിക്കാരുണ്ടാവില്ല. അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കാൻ പോകും. അതും കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും വീടായി, മുഴുവൻ പേർക്ക് വീടായി, മുഴുവൻ പേരുടെയും പട്ടിണി മാറ്റി, ദാരിദ്ര്യം മാറ്റി, ദരിദ്രമില്ലാത്ത ലോകത്തിലെ ഏക സംസ്ഥാനമായി കൊച്ചു കേരളം മാറുകയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. മധു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ N. മോഹനൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം AH. ബാബുജാൻ, അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. ഗാനകുമാർ, ഷെയ്ഖ് P. ഹാരിസ്, ഏരിയ സെക്രട്ടറി B. അബിൻഷാ, ഏരിയ കമ്മിറ്റി അംഗം P. അരവിന്ദാക്ഷൻ, കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ P. ശശികല, വാർഡ് അംഗം ബിനു അശോക്, ബ്രാഞ്ച് സെക്രട്ടറി ജ്യോതി ഉണ്ണികൃഷ്ണൻ, K. ഉപേന്ദ്രൻ, KK. അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത മഴ. കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ടിംഗ് സർവീസ് റദ്ദാക്കി. 25-26 തീയതികളിലാണ് നിരോധനം. കൊല്ലത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പോളയത്തോട്ടിൽ കൂറ്റൻ പരസ്യ ബോർഡ് ഇളകി വീണു. കൊട്ടാരക്കര നഗരസഭാ കൗൺസിലർ പവിജ പത്മന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. ഇരു സംഭവങ്ങളിലും ആളപായമില്ല. ആഞ്ഞിലിമരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. CR മഹേഷ് MLA രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സൈക്കിളിൽ വന്ന 3 കുട്ടികളും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തഴവ മണപ്പള്ളി തെക്ക് തണ്ണിക്കര മുക്കിന് സമീപമായിരുന്നു സംഭവം. നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDF-ൽ നിന്ന് പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.